ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. മിന്നുപൂച്ചയും ചിന്നുപൂച്ചയും. ഒരിടത്ത് മിന്നു എന്നു പേരുള്ള സുന്ദരിയായൊരു പൂച്ചക്കുട്ടിയുണ്ടായിരുന്നു. നല്ല വെളുത്തു നിറവും നീല കണ്ണുകളുമുള്ള മിന്നു വളരെ മിടുക്കിയായിരുന്നു. ഒരു ദിവസം മിന്നുവിന് അടുക്കളയിൽ നിന്നും വലിയൊരു മീൻ കഷണം കിട്ടി. മീൻ കണ്ടപ്പോൾ മിന്നുവിന് വലിയ സന്തോഷമായി. അവൾ അത് ആർക്കും കൊടുക്കാതെ തനിച്ചു കഴിക്കണമെന്ന് തീരുമാനിച്ചു. അവൾ മീനുമായി തൊഴുതിനു മുകളിലേക്ക് ഓടിക്കയറി. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരനായ ചിന്നുപൂച്ച അവിടേക്ക് വന്നത്. ചിന്നുവിന് വളരെ വിശക്കുന്നുണ്ടായിരുന്നു. മിന്നു, എനിക്കും ആ മീനിൽ നിന്നൊരു ചെറിയ കഷ്ണം തരുമോ എന്ന് ചിന്നു ചോദിച്ചു. എന്നാൽ മിന്നു അത് നൽകാൻ കൂട്ടാക്കിയില്ല. അവൾ ചിന്നുവിനെ നോക്കി ശബ്ദമുണ്ടാക്കി പേടിപ്പിച്ചു. മീനുമായി മതിലിന് മുകളിലൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് മിന്നുവിന്റെ കാല് തന്നെ. അവളുടെ വായയിലുണ്ടായിരുന്ന മീനുകഷണം താഴെയുള്ള അഴുക്കുചാലിലേക്ക് വീണുപോയി. മിന്നുവിന് സങ്കടം സഹിക്കാനായില്ല. അവൾ കരയാൻ തുടങ്ങി. ഇത് കണ്ട ചിന്നുപൂച്ച ഉടനെ ഓടി വന്ന് മിന്നുവിനെ ആശ്വസിപ്പിച്ചു. തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു റൊട്ടിക്കഷണം ചിന്നു സ്നേഹത്തോടെ മിന്നുവിന് നൽകി. മിന്നുവിന് തന്റെ സ്വാർത്ഥതയിൽ വലിയ വിഷമം തോന്നി. അവൾ ചിന്നുവിനോട് ക്ഷമ ചോദിച്ചു. അന്നു മുതൽ മിന്നുവും ചിന്നുവും ഉറ്റ കൂട്ടുകാരായി മാറി. എന്ത് കിട്ടിയാലും അവർ അത് പരസ്പരം പങ്കുവച്ച് കഴിക്കാൻ ശീലിച്ചു. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഗുണപാഠം: നമ്മുടെ കൈവശമുള്ളത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നത്.